ഹലോ ഗൈസ്, വെൽക്കം ടു യൂട്യൂബ് ചാനൽ. ഇന്ന് നമ്മൾ ഫ്രഷ് ആയിട്ടുള്ള മീനെടുത്തിട്ട് വേവിക്കാൻ പോകുന്നതാണ്. അതിൻ്റെ ഒരു വീഡിയോസാണ് നമ്മൾ കാണാൻ പോകുകയാണ്. ഫസ്റ്റ് നമ്മൾ തക്കാളിയും ഇഞ്ചിയും ഇട്ടണം. ഇട്ടിട്ട് ശേഷം നമുക്ക് സവാള ഇടണം. സവാള കുറേ ഇടണം. എന്നിട്ട് അതിന് ശേഷം എന്താ മുളക് ജീരകവും നമുക്ക് ഇട്ട് കൊടുക്കാം. ഇട്ട ശേഷം ഇനിയും ജീരകം ഇടാം. മല്ലിപ്പൊടി മുളക് പൊടി ഇനി നമ്മൾ ഇച്ചിരി ഒരു മല്ലിയില പച്ചമുളക് ഇട്ട് കൊടുക്കണ്ടേ. ഇനി നമ്മൾ മിക്സിയിൽ നിന്ന് അടിച്ചതിന് ശേഷം നമ്മൾ അതിലോട്ട് തേച്ച് കൊടുക്കണേ. മീനിൽ നന്നായിട്ട് മസാലകൾ തേച്ച് പിടിപ്പിക്കുകയാണ് ഗൈസ്. നല്ല ടേസ്റ്റ് ഒക്കെ ഉണ്ടായിരുന്നു. എന്നിട്ട് നമുക്ക് കുക്കറിലോട്ട് വെച്ചാണ് നമ്മൾ വേവിക്കാൻ പോകുന്നത്. കുക്കറിൽ വെച്ച് വേവിച്ചെടുത്ത് ഗൈസ്. ഇതാ അടിപൊളിയായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. നല്ല സോഫ്റ്റ് ആയിട്ടാണ് വന്നത്. അടിപൊളിയായിട്ടുണ്ട്. അപ്പം നമ്മൾ ലിയമോള് പറയാമെന്ന് പറഞ്ഞപ്പോൾ ലിയമോള് പറഞ്ഞു. അപ്പോൾ എൻ്റെ കൈ നോക്കി പോയി ഗൈസ്. അപ്പോൾ പറയാനൊന്നും കിട്ടുന്നില്ല. ലിയമോള് പറഞ്ഞപ്പോൾ ഒക്കെ മറന്നുപോയി. അപ്പോൾ നമ്മൾ ഹോട്ടലിലൊക്കെ കാണാറുണ്ട് ഗൈസ് ഇതേപോലെ ഫ്രൈ ചെയ്ത് വെച്ച് മീനുകളൊക്കെ. അപ്പം നമുക്ക് വീട്ടിൽ തന്നെ നമ്മൾക്ക് ഇഷ്ടമുള്ള മസാലകൾ ചേർത്ത് നമ്മൾക്ക് തന്നെ ഫ്രൈ ആക്കി ഇതേപോലെ അടിപൊളിയാക്കി എടുത്ത് കഴിച്ച് നോക്കാവുന്നത്. അടിപൊളിയാണ് ഗൈസ്. ഇത് കണ്ടാൽ തന്നെ അറിഞ്ഞൂടെ, നല്ല സോഫ്റ്റ് മീൻ തന്നെയാണ് ഗൈസ്. അപ്പോൾ നമ്മൾ കുക്കറിൽ ഇട്ടാണ് വേവിച്ചത്. അടിപൊളിയായിട്ട് തന്നെ വെന്ത് വന്നിട്ടുണ്ടായിരുന്നു. ഇടാം. അടിപൊളിയുടെ ഐറ്റാണ് ഗൈസ്. അപ്പോൾ നിങ്ങളെല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കൂ. ഹലോ ഗൈസ്, അപ്പോൾ പറയാനൊന്നുമില്ല. കണ്ടോ ഒന്ന് കാണിച്ചാ അടിപൊളി. ഒന്നും പറയാനില്ല. ഒന്നും പറയാണ്ട് എന്ത് ചെയ്യുമ്പോഴങ്ങോട്ടോക്കെ അടിപൊളി. അപ്പോൾ എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കൂ. മീൻ മേടിച്ച് സ്വന്തമായിട്ട് ഫ്രൈ ചെയ്ത് നോക്കുക. നമുക്ക് ഇഷ്ടമുള്ള മസാലകൾ ചേർത്ത് ഫ്രൈ ചെയ്ത് നോക്കൂ. അടിപൊളിയാണ് ഈ കട. അപ്പോൾ എല്ലാവരും മീൻ ഫിനിഷാക്കി വയറൊക്കെ നിറഞ്ഞ് ഇന്നത്തേക്കായി. അപ്പോൾ എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം ഗൈസ്. അപ്പോൾ നമ്മൾ വലിയ മീനായ നമ്മളൊരു ഭാഗമേ കഴിച്ചിട്ടുള്ളൂ, മറ്റൊരു ഭാഗം എടുത്ത് വെച്ച്. അപ്പോൾ മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. ടാറ്റാ, ബൈ ബൈ.